ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിന്ന് പുതിയ ചാപ്റ്റർ തുടങ്ങിയാലോ, വിത്ത് ദ ടൈംസ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും സമയം നോക്കാനൊക്കെ അറിയോ? സമയം നോക്കാറുണ്ടോ? സ്കൂളിലൊക്കെ മാഷൊക്കെ കെട്ടിക്കൊണ്ടുപോയി സമയമൊക്കെ പറയാറുണ്ടോ ടീച്ചേഴ്സിനോടൊക്കെ? അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ സമയം നോക്കണ എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണോ? അപ്പോൾ ഇന്ന് പഠിക്കുന്ന ഭാഗം നിങ്ങൾ അത്രയും പഠിക്കുക, എന്നിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാനായിട്ട്. ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, സ്റ്റഡി ട്രിപ്പ്. അതായത് ഈ പടം നോക്കിക്കേ, ഒരു സ്കൂളിൽ നിന്ന് ഒരു ബസ് പോവാല്ലേ, ഒരു സാറുണ്ട് അല്ലേ, കുറേ പിള്ളേരുണ്ട്, കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, the class returned after a one-day study trip. They started at 6 in the morning. It was 9 at night when they came back. See how they spent their time. അതായത് എന്താണ്, ഈ പിള്ളേരൊക്കെ എങ്ങോട്ട് പോവാണ്? 1 day study trip, അതായത് ഒരു ദിവസത്തെ ടൂറിന് പോവുക. They started at 6. രാവിലെ 6 മണിക്ക് എന്ത് ചെയ്തു? യാത്ര തുടങ്ങി. തിരിച്ചെപ്പോഴാണ് അവരെത്തിയേ? ഇറ്റ് വാസ് 9 at night when they came back. അപ്പോൾ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കണ്ടതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നോക്കിക്കേ, ടൈം ദേ സ്റ്റാർട്ട്. എപ്പോഴായിരുന്നു അവർ തുടങ്ങിയേ? 6 മണിക്കില്ലേ. അപ്പോൾ 6 മണി എന്ന് പറയുമ്പോൾ എന്താ, ഈ ചെറിയ സൂചി എവിടെ വന്നം? 6ൻ്റെ നേരെ വന്നം അല്ലേ. ഈ 6ൻ്റെ നേരെ ചെറിയ സൂചി വന്നം. വലിയ സൂചി എവിടെയാണ് വരണ്ടേ? 12. ഈ 12ൻ്റെ നേരെ വലിയ സൂചി വന്നം. അപ്പോൾ ഈ സമയം ഒന്ന് പറഞ്ഞ് എല്ലാവരും, 6 മണി, 6 o'clock. അപ്പോൾ ഇങ്ങനെ എഴുതണം. ഇനി ബ്രേക്ക്ഫാസ്റ്റ് അവരെപ്പോഴാണ് കഴിച്ചേ? 8 മണിക്ക് അവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ 8 മണി നിങ്ങൾ എങ്ങനെ ഇതിൽ വരയ്ക്കുന്നേ? ചെറിയ സൂചി എവിടെ വന്നം? ചെറിയ സൂചി എവിടെയാണ് വരണ്ടേ? എസ്, 8 വേണം ചെറിയ സൂചി വരാനായിട്ട്. വലിയ സൂചിയോ? വലിയ സൂചി എവിടെയാണ് വരണ്ടേ? നമ്മുടെ 12 മണിക്ക് നേരെ വരണം. ഓക്കെ, ഇത് ചെറിയ സൂചി, ഇത് വലിയ സൂചി. ഇനി അടുത്തത്, അവർ സൂ വിസിറ്റ് ചെയ്തത് 8:30-ക്കാണ്. അപ്പോൾ ചെറിയ സൂചി എവിടെ വരണം? നമ്മുടെ 8ന് നേരെ വരണം. ഓക്കെ, വലിയ സൂചിയോ? ഇത് നോക്കിക്കേ, ഇവിടെ 12, ഇത് 5, 10, 15, 20, 25, 30. 8:30 അപ്പോൾ വലിയ സൂചി എവിടെ വരണം? 6ൻ്റെ നേരെ വരണം. മനസ്സിലായോ? ഇനി ലഞ്ച് ഇവരെപ്പോഴാണ് കഴിച്ചേ? 1:30-ക്ക്. അപ്പോൾ ചെറിയ സൂചി എവിടെയാണ് വരണ്ടേ? 1ൻ്റെ നേരെ. ഓക്കെ, വലിയ സൂചിയോ? 30. 30 എന്ന് പറയുന്നത് 5, 10, 15, 20, 25, 30. അപ്പോൾ വലിയ സൂചി നേരെ 6ലേക്ക്. ഓക്കെ, ഇനി അവർ പ്ലാനറ്റേറിയം വിസിറ്റ് ചെയ്തു. എപ്പോഴാണ് വിസിറ്റ് ചെയ്തതെന്ന് നോക്കിക്കേ, നിങ്ങൾ സമയം നോക്കി പറഞ്ഞേ. അതെ, 2 മണി. 2 മണിക്ക് അവരെന്ത് ചെയ്തു? പ്ലാനറ്റേറിയം വിസിറ്റ് ചെയ്തു. ഓക്കെ, അതായത് ഈ പ്ലാനറ്റ്സ് ഒക്കെ ഇല്ലേ, അതായത് നമ്മുടെ സ്റ്റാർ, മൂൺ, ജൂപ്പിറ്റർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു എന്താണ്, ഷോയാണ് ഈ പ്ലാനറ്റേറിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഞാൻ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഈ ക്ലോക്ക് എല്ലാവരും ശ്രദ്ധിച്ചോ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്, ഹൗ മെനി ഹാൻഡ്സ് ഡസ് ഇറ്റ് ഹാവ്? ഇതിന് എത്ര ഹാൻഡ്സ് ഉണ്ട്? ഇതൊരു ഹാൻഡാണ്, ഇതടുത്ത ഹാൻഡാണ്, ഇതടുത്ത ഹാൻഡാണ്. അപ്പോൾ എത്ര ഹാൻഡ് ഉണ്ട്? 3 ഹാൻഡ് ഉണ്ട്. ഓക്കെ, വാട്ട് ഡസ് ഈച്ച് ഹാൻഡ് റിപ്രസെൻറ്റ്? ഈ ഓരോ ഹാൻഡിനെയും നമ്മൾ പറയുന്ന പേരെന്താണെന്നറിയോ? ഇതിനെ പറയുന്ന പേരാണ് സെക്കൻഡ് ഹാൻഡ്. സെക്കൻഡ് ഹാൻഡ്. ഇതിനെ പറയുന്ന പേരാണ് മിനിറ്റ് ഹാൻഡ്. വലിയ സൂചിനെ മിനിറ്റ് ഹാൻഡ്. ഓക്കെ, ഇതിനെ പറയുന്ന പേരാണ് എന്ത്? അവർ ഹാൻഡ്. ഓക്കെ, അപ്പോൾ
സെക്കൻഡ് ഹാൻഡ് അതായത് ഇതെന്താണ്, ഓരോ സെക്കൻഡ്സ് കഴിയുന്തോറും ഈ സൂചി മാറിക്കൊണ്ടിരിക്കുക അല്ലേ. ഇതോ ഓരോ മിനിറ്റ് കഴിയുന്തോറും മാറിക്കൊണ്ടിരിക്കുക. ഇത് മിനിറ്റ് ഹാൻഡ്. ഇതോ ഓരോ അവർ കഴിയുമ്പോഴാണ് മാറുന്നത്. അപ്പോൾ അവർ ഹാൻഡ്. ഇനി ഞാൻ ചോദിക്കട്ടെ, വിച്ച് ഹാൻഡ് ടേൺസ് ദ ഫാസ്റ്റസ്റ്റ്? ഏറ്റവും സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഹാൻഡ് ഏതാ? യെസ്, വെരി ഗുഡ്, സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് സൂചി. ഓക്കെ, ഇനി അടുത്തത്, ഹൗ മച്ച് ടൈം ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ? അതായത് ഈ സെക്കൻഡ് സൂചിയില്ലേ, അതായത് സെക്കൻഡ് സൂചി ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ കറങ്ങി തിരിച്ച് ഇവിടെ വരെ എത്തുമ്പോൾ എത്ര സമയം എടുക്കും? യെസ്, 60 സെക്കൻഡ്സ് എടുക്കും. 60 സെക്കൻഡ്. ഇനി ഹൗ മച്ച് ടൈം ഡസ് ദ മിനിറ്റ് ഹാൻഡ് ടേക്ക് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ? അതായത് മിനിറ്റ് ഹാൻഡ് ഇവിടെ നിൽക്കുവാണെങ്കിൽ ഈ മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ കറങ്ങി തിരിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും എത്ര സമയം എടുത്ത് കാണും? 1 മിനിറ്റിലാണ് ഈ സെക്കൻഡ് സൂചി ഇതിലേക്ക് മാറുന്നത്. അടുത്ത മിനിറ്റിൽ ഇങ്ങടേക്ക് മാറും, അടുത്ത മിനിറ്റിൽ ഇങ്ങടേക്ക് മാറും, അടുത്ത മിനിറ്റിൽ ഇങ്ങോട്ട് മാറും, അടുത്ത മിനിറ്റിൽ 1 നേരെ വരും. അങ്ങനെ എത്തി 12 എത്തുമ്പോഴേക്കും 60 മിനിറ്റ് വേണ്ടി വരും. ഓക്കെ, 60 മിനിറ്റ്. ഓക്കെ, ഇനി വാട്ട് എബൌട്ട് ദ ഹവർ ഹാൻഡ്? അതായത് ഇപ്പോൾ സമയം 3 മണി. ഈ അവർ ഹാൻഡ് കറങ്ങി തിരിച്ച് 3 മണി എത്താനായിട്ട് എത്ര നേരം എടുക്കും? 24 മണിക്കൂർ പറയുന്നുണ്ടല്ലോ. 24 മണിക്കൂർ വരുമോ? അതായത് ഇന്ന് 3 മണി, നാളെ ഈ സമയം 3 മണി വരെ 24 മണിക്കൂർ. പക്ഷേ ഇന്ന് വെളുപ്പിനൊരു 3 മണി വരുന്നില്ലേ? അപ്പോൾ എന്താണ് കറക്റ്റ് പകുതി, അതായത് 12 മണിക്കൂർ, 12 ഹവർ. അപ്പോൾ ക്ലോക്ക് ഹാൻഡ്സ് ടൈം ഫോർ എ റൊട്ടേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞത് ടേബിളായിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. സെക്കൻഡ് ഹാൻഡ് ടേക്സ് 1 minute ഫോർ എ റൊട്ടേഷൻ. മിനിറ്റ് ഹാൻഡ് ടേക്സ് 1 hour ഫോർ എ റൊട്ടേഷൻ. അവർ ഹാൻഡ് ടേക്സ് 12 hours ഫോർ എ റൊട്ടേഷൻ. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, how much time does the hour hand take to start from 12 and return to 12? അതായത് 12-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 12-ലേക്ക് വരാൻ എത്ര സമയം എടുക്കും? നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, 3-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് 3-ലേക്ക് വരാൻ എത്ര സമയം എടുക്കും? 12 hours. ഓക്കെ, ഇനി ബൈ ദിസ് ടൈം ഹൗ മെനി റൊട്ടേഷൻസ് വുഡ് ഹാവ് ദ മിനിറ്റ് ഹാൻഡ് മെയ്ഡ്? അതായത് 12-ൽ നിന്ന് തിരിച്ച് 12-ലേക്ക് വന്നപ്പോഴേക്കും മിനിറ്റ് ഹാൻഡ് എത്ര റൊട്ടേഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും? അതായത് 1 മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് എന്താണ്, എത്ര റൊട്ടേഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും? 1 അവറിൽ. അതായത് ഇപ്പോൾ മിനിറ്റ് ഹാൻഡ് 12-ലാണ് നിൽക്കണമെന്ന് വിചാരിച്ചോ. ഇങ്ങനെ കറങ്ങി തിരിച്ച് ഇവിടെ എത്തുമ്പോൾ 1 മണിക്കൂറാവും. ഓക്കെ, വീണ്ടും ഇത് കറങ്ങി ഇവിടെ വരുമ്പോഴേക്കും 2 മണിക്കൂറാവും. വീണ്ടും ഇത് കറങ്ങി 3 മണിക്കൂറാവും. 3 മണിക്കൂറാകുമ്പോഴേക്കും 3 റൊട്ടേഷൻ കംപ്ലീറ്റ് ആകും. അങ്ങനെയാണെങ്കിൽ 12 മണിക്കൂറാകുമ്പോഴേക്കോ 12 റൊട്ടേഷൻ കറങ്ങി കാണൂലേ? അപ്പോൾ 12. ഇനി വാട്ട് എബൌട്ട് ദ സെക്കൻഡ് ഹാൻഡ്? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡോ 12 മണിക്കൂറിൽ എന്തോരം കറങ്ങിയിട്ടുണ്ടാവും? യെസ്, 12 × 60. ഓക്കെ ആണോ? അതായത് 60 സെക്കൻഡ്സ് കൂടുന്നതല്ലേ 1 മിനിറ്റ്. ഓക്കെ, അപ്പോൾ 12 × 60 സെക്കൻഡ് ഹാൻഡ്. ഹൗ മെനി റൊട്ടേഷൻസ് ഡസ് ദ അവർ ഹാൻഡ് കംപ്ലീറ്റ് ഇൻ എ ഡേ? അതായത് ഒരു ഡേയിൽ എത്ര അവർ ഉണ്ട്? 24 അവർ ഉണ്ട്. 1 അവറിൽ എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ഉണ്ട്.
ഓക്കെ, ഒരു മിനിറ്റിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട്? 60 സെക്കൻഡ്സ് ഉണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഇവിടെ നോക്കിക്കേ, ഹൗ മെനി മിനിറ്റ്സ് ആർ ദർ ഇൻ എ ഡേ? ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 മണിക്കൂറുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? 60 മിനിറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 24 മണിക്കൂറിൽ എത്ര മിനിറ്റ്സ് ഉണ്ട്? 24 ഇൻറ്റു 60. ഇനി ഹൗ മെനി സെക്കൻഡ്സ്, അതായത് 24 മണിക്കൂറിൽ എത്ര സെക്കൻഡ്സ് ഉണ്ടാവും? 24 മണിക്കൂറിൽ 60 മിനിറ്റ് ഉണ്ട്. ഓരോ മിനിറ്റിൽ എന്തോരം ഉണ്ട്? 60 സെക്കൻഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 60 മിനിറ്റിൽ 60 സെക്കൻഡ്സ്. ഓക്കെ, അതായത് ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്സ് ആണെങ്കിൽ 60 മിനിറ്റിലോ 60 സെക്കൻഡ്സ്. അപ്പോൾ 24 മണിക്കൂറിലോ 24 ഇൻറ്റു 60 ഇൻറ്റു 60. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്ര എല്ലാവരും പഠിക്കുക. നിങ്ങൾ സമയം വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക. ഓക്കെ, നിങ്ങളൊക്കെ ഒരു ചെറിയൊരു ക്ലോക്കൊക്കെ ഉണ്ടാക്കി ആ ക്ലോക്ക് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, താങ്ക് യു.